ആത്മീയ കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തെറ്റുപറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. തെറ്റുപറ്റാത്തതായി ആരും തന്നെയില്ല. ഉത്തമനായിട്ടുള്ള പുരുഷൻ ആര് എന്ന വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് അങ്ങനെ ഒരേ ഒരാളേ ഉള്ളൂ എന്നാണ് നാരദമുനി മറുപടി നൽകിയത്. അതാണ് ശ്രീരാമൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കാണുന്ന പല കഥാപാത്രങ്ങളും തെറ്റ് ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. പലരും ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ കേമത്തരമൊക്കെ പറയുന്ന അർജുനൻ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന്. നമ്മളിവിടെ കാണുന്ന കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൂടുതൽ ശരിയും കുറച്ച് തെറ്റും ചെയ്തവരെ നല്ല ആളുകൾ എന്ന് പറയുന്നു. അവരിൽ നിന്നും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അതുപോലെയോ കൂടുതൽ തെറ്റും കുറച്ച് ശരിയും ചെയ്തവരെ മോശപ്പെട്ട ആളുകൾ എന്ന് പറയുന്നു. രാവണനൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് എന്ത് നമ്മൾ പഠിക്കണം? ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്കും ദുരന്തമായിരിക്കും ഫലം എന്നുള്ള ഒരു പാഠം നമ്മൾ ഇവരിൽ നിന്നും പഠിക്കണം. അതുകൊണ്ടാണ് തെറ്റ് പറ്റാത്തതായി, ഒരു തെറ്റാണെങ്കിലും പറ്റാത്തവരായി ആരുമില്ല എന്ന് പറയുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും ചില തെറ്റുകൾ പറ്റാം. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദേശസ്നേഹിയാണ് ബാലഗംഗാധര തിലക്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം, അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ആദ്യത്തെ പീരീഡ് അധ്യാപകൻ ക്ലാസ്സിൽ വന്നു, പഠിപ്പിച്ചു. അതിനുശേഷം ഇൻ്റർവെല്ലായി. അപ്പോൾ ആ അധ്യാപകൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അതുപോലെ കുട്ടികളുമെല്ലാം ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു പോയി. കുറച്ചു കഴിഞ്ഞ് അടുത്ത ബെല്ലടിച്ചപ്പോൾ, ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചപ്പോൾ അധ്യാപകനും ഈ കുട്ടികളുമെല്ലാം ക്ലാസ്സിലേക്ക് വന്നു. പെട്ടെന്നാണ് അധ്യാപകൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. തൻ്റെ മേശയുടെ താഴെയായി കടലയുടെ തൊണ്ടുകൾ ധാരാളമായി വാരി വലിച്ച് വിതറിയിട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ വളരെയധികം കോപമുണ്ടായി. ആരാണ് ഇത്രയും വലിയ ഒരു വൃത്തികേട് ചെയ്തത്, തെറ്റ് ചെയ്തത്? എന്താണെങ്കിലും തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും തന്നെ ആയിരിക്കണം ഇത് ചെയ്തത് എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തി. ഉടൻ തന്നെ കുട്ടികളോടായി അദ്ദേഹം വളരെ രോഷാകുലനായി ഗർജിച്ചു. ആരാണ് ഈ ഒരു കടലയുടെ തൊണ്ടുകളെല്ലാം ഈ ക്ലാസ്സിൽ കൊണ്ടിട്ടത്? ആരാണെന്ന് ഇപ്പോൾ തന്നെ പറയുക. ഇതാരാണ് ചെയ്തത് എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ശിക്ഷിക്കും. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഒരു കുട്ടിയും എഴുന്നേറ്റ് മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കോപം സഹിക്കവയ്യാതെ, ശരിക്കു പറഞ്ഞാൽ ഈ ക്ലാസ്സിലെ പല കുട്ടികളും ഈ കടലയുടെ തൊണ്ട് ഈ മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശയുടെ വശത്ത് കിടക്കുന്നുണ്ടെന്ന് അപ്പോഴായിരുന്നു കണ്ടത്. കാരണം അവരെല്ലാം ഇൻ്റർവെൽ സമയത്ത് പുറത്ത് കളിക്കാൻ പോയി. അത് കഴിഞ്ഞ് തിരിച്ചോടി വന്ന് ക്ലാസ്സിലിരുന്നു. അപ്പോൾ അവർ പലരും ശ്രദ്ധിച്ചില്ല. അധ്യാപകൻ ഇത് പറയുമ്പോഴാണ് ഇവരിൽ പലരും ഇത് കണ്ടത്. ബാലഗംഗാധര തിലകനും ഈ ക്ലാസ്സിലുണ്ട്. പക്ഷേ അധ്യാപകൻ വിടാൻ ഭാവമില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ചൂരൽ വടി കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇതാരാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കാണെങ്കിലും അറിയാം. ഒന്നുകിൽ ചെയ്തയാൾ ആ കുറ്റം ഏറ്റുപറയുക, അല്ലെങ്കിൽ ആരാണ് ചെയ്തത് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങൾ എഴുന്നേറ്റ് പറയുക. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഈ ക്ലാസ്സിലുള്ള എല്ലാവരെയും ഞാൻ ഈ ചൂരൽ വടി വെച്ച് അടിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചൂരൽ വടിയൊക്കെ എടുത്തുകൊണ്ട് ആദ്യത്തെ റോയുടെ ആദ്യത്തെ കുട്ടിയെ അടിക്കാനായിട്ട് ചെന്നു. പെട്ടെന്നാണ് അന്ന് ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ബാലഗംഗാധര തിലക് അല്ലെങ്കിൽ ബാലൻ എഴുന്നേറ്റ് നിന്ന് ആ അധ്യാപകനോടായിട്ട് പറഞ്ഞത്, സർ, ഞങ്ങളിൽ ആർക്കും തന്നെ ഈ ഒരു വിക്രിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ആരാണ് ചെയ്തത് എന്ന് അറിയില്ല. മാത്രമല്ല ഈ ക്ലാസ്സിലെ പല കുട്ടികളും ഇങ്ങനൊരു കൃത്യം നടന്നതായി കണ്ടിട്ടുമില്ല. അങ്ങ് പറയുമ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടത്. ഒരു പക്ഷേ ഞങ്ങൾ ഇൻ്റർവെൽ സമയത്ത് പുറത്തു പോയ സമയത്ത് മറ്റ് ക്ലാസ്സിലെ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതാകാനും സാധ്യതയില്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല എന്നുള്ളപ്പോൾ ഞങ്ങളെ ഇതിന് എല്ലാവരെയും ശിക്ഷിക്കുന്നത് ഉചിതമാണോ? സത്യം പറഞ്ഞാൽ ബാലൻ്റെ സത്യസന്ധതയെപ്പറ്റിയും അച്ചടക്കത്തെപ്പറ്റിയുമൊക്കെ ഈ അധ്യാപകന് പണ്ട് തന്നെ നല്ല ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ദേഷ്യമൊന്ന് ശരിയായ രീതിയിൽ അടക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു, നീ വലിയ വിവരമുള്ളവനായിട്ട് ഭാവിക്കുകയാണോ? അതൊന്നും എൻ്റെ അടുക്കൽ വേണ്ട. എന്താണെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും തീർച്ചയായിട്ടും അറിയാം ഈ തെറ്റ് ആരാണ് ചെയ്തത് എന്ന്. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഈ ക്ലാസ്സിനെ മൊത്തത്തിൽ ഞാൻ ശിക്ഷിക്കുന്നതായിരിക്കും. ഇത് കേട്ടതോടുകൂടി ബാലന് സഹിക്കാൻ സാധിച്ചില്ല.
ബാലൻ പതുക്കെ എഴുന്നേറ്റ് നിന്ന് വളരെ വിനയത്തോടുകൂടി ആദരവോടുകൂടി അധ്യാപകനോട് പറഞ്ഞു, സർ, ഞങ്ങൾ തീർച്ചയായും ഇങ്ങനെ ഒരു തെറ്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പറഞ്ഞിരിക്കും. പക്ഷേ ഞങ്ങൾക്കാർക്കും അറിയാൻ പാടില്ല ഇതാരാണ് ചെയ്തത് എന്ന്. ഞങ്ങൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്നിരിക്കെ അങ്ങ് ഈ ക്ലാസ്സിലെ കുട്ടികളെ ശിക്ഷിക്കുന്നത് ഒരിക്കലും ന്യായമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് ഈ ശിക്ഷിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങ് അതിനുള്ള അനുവാദം തരണം. ഇതെല്ലാം കേട്ട് അടുത്തൊരു മറുപടി അധ്യാപകനിൽ നിന്നും വരുന്നതിന് മുമ്പ് തന്നെ കയ്യിലുള്ള ബുക്കുമെല്ലാം പെറുക്കിയെടുത്ത് ബാലൻ ക്ലാസ്സിന് പുറത്തേക്ക് കടന്നിരുന്നു. അധ്യാപകന് കാര്യം മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമായിട്ടല്ല ബാലനെ കാണുന്നത്. കുറേ കാലമായിട്ട് കാണുന്നത് കൊണ്ട് ഈ കുട്ടിയുടെ സത്യസന്ധതയും അല്ലെങ്കിൽ ദൃഢനിശ്ചയവും മറ്റുള്ളവരോടുള്ള കരുണ, സ്നേഹം, ഇതിനെപ്പറ്റിയെല്ലാം ഈ അധ്യാപകന് നല്ല ബോധമുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിലുള്ള കുട്ടികളും ബാലന് തങ്ങളോടുള്ള കരുണയും സ്നേഹവും എത്രമാത്രമുണ്ട് എന്നോർത്തു. എന്താണെങ്കിലും ഈ അധ്യാപകൻ വീണ്ടും ബാലനെയോ മറ്റുള്ളവരെയോ ശിക്ഷിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭവം കണ്ണു തുറപ്പിച്ചു എന്ന് വേണം പറയാൻ. അദ്ദേഹം പറഞ്ഞു, ബാലനെ പോലെയുള്ള കുട്ടികൾ ഈ ലോകത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ഭാവി സുരക്ഷിതമാണ്. അതുകൊണ്ട് ബാലനെ പോലെ സത്യസന്ധരാകാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക എന്ന്. ഇവിടെ ഒരു പക്ഷേ ബാലൻ എന്ത് ചെയ്യാമായിരുന്നു? ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് അധ്യാപകനോട് പറഞ്ഞാൽ തനിക്ക് ചിലപ്പോൾ കൂടുതൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷേ സത്യത്തെ വളരെ ധൈര്യത്തോടുകൂടി നേരിടുകയാണ് ബാലൻ ചെയ്തത്. എങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള ആർജവം കിട്ടി? ഒരുപക്ഷെ അത് മാതാപിതാക്കളിൽ നിന്നോ താൻ വായിച്ച മഹാത്മാക്കളുടെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ഈ കുട്ടിക്ക് ലഭിച്ചത്. എന്നാൽ ചെറുപ്പകാലത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ വളരെ ആർജവത്തോടെ നേരിടാൻ കാണിച്ച ധൈര്യം, പിന്നീടുണ്ടായ അതിൻ്റെ പരിണിത ഫലം, അധ്യാപകന് തെറ്റ് മനസ്സിലായി എന്ന് ബാലന് മനസ്സിലായല്ലോ. അപ്പോൾ സത്യം പറയാനുള്ള ഒരു ആർജവം വളരെയധികം കൂടി. ഇത് പിന്നീട് ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ, ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്തും മറ്റും ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിനെ നേരിടാനുള്ള കരുത്ത് നൽകി. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും കുട്ടികൾ സത്യസന്ധത മറച്ചുവെച്ച് താൽക്കാലികമായിട്ടുള്ള ശിക്ഷകൾ ലഭിക്കാതിരിക്കാൻ താൽക്കാലികമായിട്ടുള്ള ഒരു വഴക്ക് ഭയന്ന് സത്യത്തിൽ നിന്ന് ഒളിച്ചോടാറുണ്ട്. എന്നാൽ ആ സത്യത്തിന് ഫേസ് ദ ട്രൂത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ സത്യത്തെ പലപ്പോഴും നേരിട്ടാൽ അത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്താണ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹരിശ്ചന്ദ്രനെ പോലുള്ളവരുടെ ചരിതങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ആത്മീയ കഥകളുടെ ഈ ഒരു ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി വീണ്ടും മറ്റൊരു ദിവസം. നമസ്കാരം.